Example number 1.4. In the example, the SI unit of energy is Joule is equal to kilogram meter square per second square. That of speed V is meter per second and of acceleration A is meter per second square. Which are the formulae for kinetic energy K given below can you rule out on the basis of dimensional arguments? N stands for the mass of body. നമുക്കിവിടെ 5 എന്ത് തന്നിട്ടുണ്ടടാ? ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. കൈനറ്റിക് എനർജിക്ക് കെക്ക് 5 ഫോർമുലാസ് തന്നിട്ടുണ്ട്. ഈ 5 എണ്ണത്തിൽ ഏതൊക്കെ ഫോർമുല എന്താവും ഡയമെൻഷനിൽ കറക്റ്റ് ആവും അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമെന്ന ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? നമുക്ക് ഓരോന്നും ഇത് എടുത്തു നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എ എടുത്തു നോക്കാം. എയിൽ പറയുന്നത് കൈനറ്റിക് എനർജി ഈസിക്കൽ ടു n സ്ക്വയർ v ക്യൂബ് എന്നാ പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. കെയുടെ ഡയമെൻഷൻ എന്ത് വരും? പറഞ്ഞേ, കെയുടെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ യൂണിറ്റ് തന്നിട്ടുണ്ട്, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നൊരു എനർജി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കെയുടെ ഡയമെൻഷൻ നമുക്കറിയാം എന്ത് വരും? ml സ്ക്വയർ t⁻² ആണ്. ഇതിന്റെ ഡയമെൻഷൻ അത് കിട്ടുമെന്ന് നോക്കിയാൽ മതി. m സ്ക്വയർ v ക്യൂബിന്റെ ഡയമെൻഷൻ എന്ത് കിട്ടും? m എന്ന് പറയുമ്പോൾ എന്താണ്? m എന്ന് പറയുമ്പോൾ മാസ് ആണല്ലേ? അപ്പൊ മാസിന്റെ ഡയമെൻഷൻ എന്ത് വരും? m അതിന്റെ സ്ക്വയർ ഇൻറ്റു v എന്താണ്? Lt⁻1 ആണ് വെലോസിറ്റി, അതിന്റെ ക്യൂബ്. അപ്പൊ ഇത് കിട്ടും m സ്ക്വയർ l ക്യൂബ് t⁻³ എന്ന് കിട്ടും. ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല. കെയുടെ ഡയമെൻഷൻ എന്തിന്റെ ഡയമെൻഷൻ ഈക്വൽ അല്ല, m സ്ക്വയർ v ക്യൂബിന്റെ ഡയമെൻഷൻ ഈക്വൽ അല്ല. അപ്പൊ ഈ രണ്ട് ഫോർമുലാസ് മാച്ച് ചെയ്യും. ഡയമെൻഷനിൽ അതെന്താണ്? ഇൻകറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്തല്ല, എ അല്ല എന്ന് മനസ്സിലായി. ഇനി നമുക്ക് ബി എടുത്ത് നോക്കാം. ഓക്കെ അല്ലേ? ബിയിൽ എന്താ പറയുന്നത്? k = ½ mv² എന്നാ പറയുന്നത്. k = ½ mv² എന്നാ പറയുന്നത്. അത് എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഡയമെൻഷൻ ഓഫ് കെ എന്താണ്? നമുക്കറിയാം നേരത്തെ പോലെ ml² t⁻² ആണ്. ഇനി mv² ഡയമെൻഷൻ എടുത്ത് നോക്കാം. mv² ഡയമെൻഷൻ എടുത്താൽ m മാസ് എന്ത് വരും? m എന്ന് വരും ഇൻറ്റു l എന്താണ്? v എന്താണ്? Lt⁻1 ആണ്, അതിന്റെ സ്ക്വയർ ഈസിക്കൽ ടു എന്ത് കിട്ടും? പറഞ്ഞേ, ml² t⁻² എന്ന് കിട്ടും. ഇത് തന്നെയല്ലേ കെയുടെ ഡയമെൻഷൻ? അപ്പൊ ഇവിടെ കെയുടെ ഡയമെൻഷൻ എന്തിന്റെ ഡയമെൻഷൻ ഈക്വലായി? mv² ഡയമെൻഷൻ ഈക്വലായി. അപ്പൊ ഈ ഇക്വേഷൻ എന്താണ്? ഡയമെൻഷനിൽ എന്താണ്? കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ഡയമെൻഷനിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് സി ഓപ്ഷൻ എടുത്ത് നോക്കാം. സി ഓപ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്? k = ma എന്നാ പറയുന്നത് അല്ലേ? അതെ, k = ma. അപ്പൊ അവിടുന്ന് കെയുടെ ഡയമെൻഷൻ എന്താ? ml² t⁻². ഇനി ma. അപ്പൊ മാസിന്റെ ഡയമെൻഷൻ എന്താ? m ഇൻറ്റു ആക്സിലറേഷൻ ഡയമെൻഷൻ എന്താ? Lt⁻². അപ്പൊ ഇത് എത്ര കിട്ടും? mLt⁻² എന്ന് കിട്ടും അല്ലെ? അത് ഇതിന് ഈക്വൽ ആണോ? അല്ല. അപ്പൊ ഇവിടെ നമുക്ക് പറയാം കെയുടെ ഡയമെൻഷൻ എന്തിന്റെ ഡയമെൻഷൻ ഈക്വൽ അല്ല? mയുടെ ഡയമെൻഷൻ ഈക്വൽ അല്ല. അപ്പൊ ഇത് എന്താടാ? ഇത് ഡയമെൻഷനിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. അപ്പൊ അത് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഡി ഓപ്ഷൻ എടുത്ത് നോക്കാം. ഡി ഓപ്ഷൻ എടുത്ത് നോക്കി എന്താ പറയുന്നത്? k = 3/16 mv² എന്നാ പറയുന്നത്. ഇവിടെ കെയുടെ ഡയമെൻഷൻ എന്താ പറഞ്ഞേ? കെയുടെ ഡയമെൻഷൻ എന്താ? ml² t⁻². ഇനി mv² ഡയമെൻഷൻ എന്താ? mv² ഡയമെൻഷൻ വരുമ്പോൾ 3/16 നമുക്ക് നോക്കണ്ട. m ഇൻറ്റു v എത്രയാ? Lt⁻1 അതിന്റെ സ്ക്വയർ. അപ്പൊ അത് എത്ര കിട്ടും പറഞ്ഞേ? ml² t⁻² എന്ന് കിട്ടും. ഇത് തന്നെയല്ലേ കെയുടെ ഡയമെൻഷൻ? അതെ. അപ്പൊ നമുക്ക് പറയാം കെയുടെ ഡയമെൻഷൻ ഇവിടെ എന്തിന് ഈക്വലായി? mv² ഡയമെൻഷനിൽ ഈക്വലായി. അപ്പൊ ഈ ഇക്വേഷൻ എന്താണ്? ഡയമെൻഷനിൽ കറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ ഓപ്ഷനും കൂടെ ഉണ്ട്. ഈ ഓപ്ഷനിൽ എന്താ പറയുന്നത്? k = ½ mv² + ma. ഇവിടെ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കെയുടെ ഡയമെൻഷൻ ആർക്ക് ഈക്വൽ ആണെന്ന് നോക്കണം. ½ mv² ഡയമെൻഷൻ ഈക്വൽ ആണോ എന്ന് നോക്കണം. അതുപോലെ ma'യുടെ ഡയമെൻഷൻ ഈക്വൽ ആണോ എന്ന് നോക്കണം. ½ mv² ഡയമെൻഷൻ ഈക്വൽ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇനി ma'യുടെ ഡയമെൻഷൻ ഈക്വൽ ആണോ എന്ന് നോക്കണം. കെയുടെ ഡയമെൻഷൻ എന്താ? ml² t⁻². അതുപോലെ ma'യുടെ ഡയമെൻഷൻ എന്ത് വരും? ma എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു m ഇൻറ്റു Lt⁻². ആക്സിലറേഷൻ എന്താ? Lt⁻². അത് എത്ര കിട്ടും? mLt⁻² എന്ന് കിട്ടും. അപ്പൊ ഇത് എന്തിന്റെ ഡയമെൻഷൻ ഈക്വൽ അല്ല? mയുടെ ഡയമെൻഷൻ ഈക്വൽ അല്ല. നമ്മൾ നേരത്തെ ഇവിടെയും ചെയ്തായിരുന്നു. അപ്പൊ ഇതെന്ത് വരും? ഡയമെൻഷനിൽ ഇൻകറക്റ്റ് ആണ്. 3 ഈക്വൽ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി വെച്ച്. അപ്പൊ ഇതെന്താണ്? ഡയമെൻഷനിൽ ഇൻകറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഡയമെൻഷനിൽ കറക്റ്റ് ആയിട്ടുള്ള ഏതൊക്കെയുണ്ട്? ഡി ഉണ്ട്, k = ½ mv² ഉണ്ട്. ഡി ഉണ്ട്, k = 3/16 mv² ഉണ്ട്. ഇത് രണ്ടും എന്ത്? ഡയമെൻഷനിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്. അപ്പൊ ആൻസർ ചെയ്ത് വരും ബിയും ഡിയും ആണ് ഉള്ളത്. എന്താ? ഡയമെൻഷനിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എക്സാമ്പിൾ. എക്സാമ്പിൾ 1.5. Consider a simple pendulum having a bob attached to a string that oscillates under the action of force of gravity.
Suppose that the period of oscillation of the simple pendulum depends on its length L, mass of the bob M, and the acceleration due to gravity G. Derive the expression for its time period using method of dimension. Dimensional method ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടൈം പീരിയഡിന് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ടൈം പീരിയഡ് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈം പീരിയഡ് ഡിപ്പെൻഡ് ഓൺ ലെങ്ത്. അപ്പോൾ എൽ റേസ് ടു എന്ന് എഴുതാം. പിന്നെ എന്തൊക്കെയാ? മാസിനെ അല്ലേ? അപ്പോൾ എം റേസ് ടു ബി എന്ന് എഴുതാം. പിന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ജി റേസ് ടു എന്തെന്ന് എഴുതാം? സി എന്ന് എഴുതാം. ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ റേസ് ടു എ, എം റേസ് ടു ബി, ജി റേസ് ടു സി. ഇതിനെ ഇനി എനിക്ക് എങ്ങനെ എഴുതാം? ടി ഈസ് ലെങ്തിന്റെ ഡയമെൻഷൻ എൽ തന്നെ, അപ്പോൾ എൽ റേസ് ടു എ. മാസിന്റെ ഡയമെൻഷൻ എം തന്നെ, അപ്പോൾ എം റേസ് ടു ബി. അതൊക്കെ. ഇനി ജി എന്ന് പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതിന്റെ ഡയമെൻഷൻ എന്താ? എൽ ടി റേസ് ടു മൈനസ് ടു ദ ഹോൾ റേസ് ടു സി. ഇനി എനിക്ക് എങ്ങനെ എഴുതാം? ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ റേസ് ടു എ, എം റേസ് ടു ബി, എൽ റേസ് ടു സി, ടി റേസ് ടു മൈനസ് ടു സി. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ റേസ് ടു എന്തെന്ന് എഴുതാം? എ പ്ലസ് സി. രണ്ട് എൽ റേസ് ടു ഇൻറ്റു എൽ റേസ് ടു സി അല്ലേ? അതിനെ എൽ റേസ് ടു എ പ്ലസ് സി, എം റേസ് ടു എന്ത് വരും? ബി എന്ന് വരും. ടി റേസ് ടു മൈനസ് ടു സി എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്കൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എൽ റേസ് ടു എ പ്ലസ് സി, എം റേസ് ടു ബി ഇൻറ്റു ടി റേസ് ടു മൈനസ് ടു സി. നമ്മൾ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ടിയുടെ പവർ എന്താ? 1 ആണ്, ഇവിടെ മൈനസ് ടു സി ആണ്. അപ്പോൾ അത് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. ടിയുടെ പവേഴ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 1 ഈക്വൽ ടു മൈനസ് ടു സി എന്ന് വരും. അവിടെ നിന്ന് സി ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് 1/2. സി എത്ര കിട്ടും? മൈനസ് 1/2 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? എം റേസ് ടു 0, എൽ റേസ് ടു 0 എന്നൊക്കെ എഴുതാം. കാരണം അതിലൊക്കെ എന്താണ്? 1 ആണ്. എ റേസ് ടു 0 1 ആണ്. അപ്പോൾ ടേംസ് ഇല്ലാത്തതുകൊണ്ട് എം റേസ് ടു 0, എൽ റേസ് ടു 0 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എം റേസ് ടു 0, ഇവിടെ എം റേസ് ടു ബി. അപ്പോൾ ഇവിടെ ബി ആർക്ക് ഈക്വലാവും? ബി 0ക്ക് ഈക്വലാവും. ഇനി ഇവിടെ എ പ്ലസ് സി, ഇവിടെ അതെന്താണ്? എൽ റേസ് ടു എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെ എ പ്ലസ് സി എന്തിന് ഈക്വലാവും? 0ക്ക് ഈക്വലാവും. രണ്ടിൻ്റെ പവേഴ്സ് നോക്കിയാൽ അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് സി മൈനസ് 1/2 ആണ്. അപ്പോൾ എ മൈനസ് 1/2 ഈക്വൽ ടു 0 കിട്ടും. എ ഈക്വൽ ടു എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും. അപ്പം 3 എണ്ണത്തിൻ്റെ പവർ കിട്ടിയില്ലേ? ബി കിട്ടി, എ കിട്ടി, സി കിട്ടി. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എക്ക് വാല്യൂ കിട്ടി, ഡിക്ക് വാല്യൂ കിട്ടി, സിക്കും വാല്യൂ. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ ഒന്നിട്ട് കൊടുക്കാം. നമ്മുടെ ഇക്വേഷൻ ഏതായിരുന്നു? ഇതല്ലായിരുന്നോ? അപ്പോൾ ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ റേസ് ടു എ എത്രയാണ്? 1/2. എൽ റേസ് ടു 1/2 ഇൻറ്റു എം റേസ് ടു ബി എത്രയാണ്? 0. അപ്പോൾ എം റേസ് ടു 0 ഇൻറ്റു ജി റേസ് ടു സിയുടെ വാല്യൂ എത്രയാണ്? മൈനസ് 1/2. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാടാ പറഞ്ഞു? ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം റേസ് ടു 0 1 ആയിപ്പോൾ എൽ റേസ് ടു ഹാഫ് ഡിവൈഡ് ബൈ ജി റേസ് ടു മൈനസ് 1/2. അപ്പോൾ എൽ റേസ് ടു ഹാഫ് ഡിവൈഡ് ബൈ ജി റേസ് ടു ഹാഫ് എന്ന് എഴുതാം. എഴുതിക്കൂടെ? ദാറ്റ് ഈസ് ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് കിട്ടും? റൂട്ട് എൽ ബൈ ജി എന്ന് കിട്ടും. കാരണം ഈ ജി റേസ് ടു 1/2നെ എൽ റേസ് ടു 1/2നെ എന്താണ് 1/2 കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ റൂട്ടാണ്. അപ്പോൾ എത്ര കിട്ടും? റൂട്ട് എൽ ബൈ ജി എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷൻ എന്ത് കിട്ടും? എക്സ്പ്രഷൻ എന്താടാ? ടി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ത് വരും? 2π ഇൻറ്റു എന്തെന്ന് വരും? റൂട്ട് എൽ ബൈ ജി എന്ന് വരും. ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് എൽ ബൈ ജി എന്ന് വരും. 2π ആയിരുന്നു നമ്മളിവിടെ എടുത്ത് ഈ കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റ്. ഓക്കെ അല്ലേ? ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്? നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഇക്വേഷൻ അല്ലേ? നമ്മുടെ എന്തിൻ്റെ ഇക്വേഷനാണ്? സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മുടെ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? റിലേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മൾ സമ്മറി കഴിഞ്ഞു. നമുക്ക് 5 എക്സാമ്പിൾസ് ആണ് ടെസ്റ്റിലുള്ളത്. 5 എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഏതിലോട്ട് പോകും? എക്സസൈസ് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ നമ്മുടെ എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1.1 fill in the blanks. നമുക്ക് ഫിൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. The volume of a cube of side 1 centimeter is equal to dash meter cube. അതായത് ഒരു ക്യൂബ് ഉണ്ട്. ആ ക്യൂബിൻ്റെ സൈഡ് എത്ര തന്നിട്ടുണ്ട്? 1 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. എങ്കിൽ അതിൻ്റെ വോളിയം എത്ര മീറ്റർ ക്യൂബിലാണെന്ന് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? മീറ്റർ ക്യൂബിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ? 10⁻² മീറ്റർ. വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? എ ക്യൂബ്. അപ്പോൾ ഇത് എത്ര കിട്ടും? 10⁻² ദ ഹോൾ ക്യൂബ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് 10⁻⁻6 എന്ന് കിട്ടും. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന് തന്നെ എഴുതണം. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 1 ഇൻറ്റു, കാരണം നമ്മൾ എടുക്കുന്നതിൽ 1 സെന്റിമീറ്റർ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അല്ലേ? അപ്പോൾ 1 ഇൻറ്റു 10⁻6 മീറ്റർ ക്യൂബ് എന്ന് എഴുതാം. അപ്പം കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് എന്ത്? എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ അല്ലേ?
ഇനി ബി നോക്കിക്കേ, ദ സർഫസ് ഏരിയ ഓഫ് എ സോളിഡ് സിലിണ്ടർ ഓഫ് റേഡിയസ് 2 മീറ്റർ. ഒരു സോളിഡ് സിലിണ്ടർ ഉണ്ട്, അതിന്റെ റേഡിയസ് എത്ര മക്കളെ? 2 സെന്റിമീറ്റർ ആണ്. 2 സെന്റിമീറ്റർ. ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. എങ്കിൽ അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണെന്ന ക്വസ്റ്റ്യൻ. ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താ? ഒരു സിലിണ്ടറിന്റെ 2πr ഇൻറ്റു ആർ പ്ലസ് എച്ച് ആണ് സിലിണ്ടറിന്റെ ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ. അപ്പൊ എത്ര വരും? 2π ഇൻറ്റു റേഡിയസ് എത്രയാണ്? 2 ഇൻറ്റു ആർ എത്രയാ? 2 പ്ലസ് എച്ച് എത്രയാ? 10. അപ്പൊ ഇത് എത്ര കിട്ടും? 4π ഇൻറ്റു 12 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 48π എന്ന് കിട്ടും. 48π എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇവിടെ എന്തിട്ട് കൊടുക്കാം? പൈക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. പൈക്ക് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 48 ഇൻറ്റു 3.14 എന്നു കിട്ടുകൂടാ. 48 ഇൻറ്റു 3.14 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. കാരണം നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്തിലാണ് കിട്ടുന്നത്? സെന്റിമീറ്റർ സ്ക്വയറിലാണ് കിട്ടുന്നത് അല്ലേ? അപ്പൊ ഇതിനെ മില്ലിമീറ്റർ സ്ക്വയർ ആക്കാൻ എന്ത് ചെയ്യണം? 48 ഇൻറ്റു 3.14 ഇൻറ്റു എന്ത് ചെയ്യണം? സെന്റിമീറ്ററിനെ മില്ലിമീറ്റർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു എന്താക്കണം? 10 ചെയ്യണം അല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? 10 സ്ക്വയർ വരും. ഇൻറ്റു 10 സ്ക്വയർ എന്ന് വരും. ഈസിക്കൽ ടു ഇത് എത്ര കിട്ടും? ഈസിക്കൽ ടു നമുക്ക് ഇത് ചെയ്യുമ്പോൾ 15072 എന്തെന്ന് കിട്ടും? മില്ലിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇതിനെ നമുക്ക് കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ എഴുതാൻ പറഞ്ഞാൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ വരാൻ പാടുള്ളൂ? നമുക്കറിയാം ഇവിടെ 2.0 10.0 2.0 2. അപ്പം 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരുന്ന രീതിയിൽ എഴുതണം. 1.5 ഇൻറ്റു എന്തെന്ന് എഴുതാം? 10⁴ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? 1.5 ഇൻറ്റു 10⁴ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. അതായിരിക്കും എന്താ ഇവിടുത്തെ ആൻസർ. 1.5 ഇൻറ്റു 10⁴ മില്ലിമീറ്റർ സ്ക്വയർ. ഇവിടെ ആൻസർ എന്ത് വരും? ഇവിടെ നമുക്ക് 1 ഇൻറ്റു 10⁻⁻6 മീറ്റർ ക്യൂബ് എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ എയും കിട്ടി, ബിയും കിട്ടി. ഇനി സി ഓപ്ഷൻ നോക്കാം. സി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ വെഹിക്കിൾ മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 80 km/h കവേഴ്സ് ഡാഷ് മീറ്റർ ഇൻ 1 സെക്കൻഡ്. സ്പീഡ് തന്നിട്ടുള്ളത് എന്തിലാണ്? km/hലാണ്. 18 km/h. അത് ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ ട്രാവൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ. km/h മീറ്റർ/സെക്കൻഡിലൊക്കെ എന്ത് ചെയ്താൽ മതി? ഒരു 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 18 ഇൻറ്റു 5/18. അപ്പൊ ഇത് എത്ര കിട്ടാം? 5 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. ഇതല്ലായിരുന്നു ക്വസ്റ്റ്യൻ. ഇത് 5 മീറ്റർ/സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥമാവുന്ന? ഒരു സെക്കൻഡിൽ 5 മീറ്റർ ട്രാവൽ ചെയ്യും. ഇവിടെ ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ ട്രാവൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ എത്ര കിട്ടി? 5 മീറ്റർ എന്ന് കിട്ടി. 5. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പോയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? The relative density of lead is 11.3. Relative density, leadന്റെ relative density തന്നിട്ടുണ്ട് എത്രയാണ്? 11.3 ആണ്. Its density is gram per centimeter or gram per centimeter cube or kilogram per meter cube. gram per centimeter ക്യൂബിലാണെങ്കിൽ എത്ര വരും? കിലോഗ്രാം per meter ക്യൂബിലാണെങ്കിൽ എത്ര വരും എന്ന ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? 11.3 എന്ന് തന്നിട്ടുള്ളത് റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. എന്താ മക്കളെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെൻസിറ്റി വാട്ടറിന്റെ ഡെൻസിറ്റിയുടെ ടേംസിൽ എത്രയാവുമെന്നാണ് അല്ലേ? അതായത് അതിന്റെ ഡെൻസിറ്റി എത്ര? വാട്ടറിന്റെ ഡെൻസിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറിന്റെ ഡെൻസിറ്റിയുടെ 11.3 ടൈംസ് ആണ് എന്തിന്റെ ഡെൻസിറ്റി എന്നാ പറഞ്ഞിട്ടുള്ളത്? ലെഡിന്റെ ഡെൻസിറ്റി എന്നാ ഈ റിലേറ്റീവ് ഡെൻസിറ്റി കൊണ്ട് മീൻ ചെയ്തിരിക്കുന്നത്. ഇനി വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാ? ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിൽ പറയുകയാണെങ്കിൽ 1 gram per centimeter ക്യൂബ് ആണ്. അപ്പൊ അതിന്റെ 11.3 ആണ് എന്താ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഡെൻസിറ്റി ഓഫ് ലെഡ് എത്രയായിരിക്കും? ഇത് 1 ആയാൽ ഡെൻസിറ്റി ഓഫ് ലെഡ് എത്രയായിരിക്കും പറഞ്ഞേ? ഇതിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നില്ല, എത്ര വരും? 11.3 gram per centimeter ക്യൂബ് ആയിരിക്കും. കാരണം ഇത് 11.3 gram per centimeter ക്യൂബ് ആയാലല്ലേ ഇതിന്റെ ഡെൻസിറ്റി ഓഫ് വാട്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി 11.3 കിട്ടുള്ളൂ. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് വാട്ടറിന്റെ എത്ര ടൈംസ് ആണെന്നുള്ളതാണ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ 1 gram per centimeter ക്യൂബ് ആണെങ്കിൽ അതിന് 11.3 ടൈംസ് ആണ് ഡെൻസിറ്റി ഓഫ് ലെഡ്. 11.3 എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ലെഡ് എത്രയാണ്? 11.3 gram per centimeter ക്യൂബ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിൽ ഡെൻസിറ്റി ഓഫ് ലെഡ് എത്രയാ? 11.3 ആണ്. ഇനി അതിനെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാക്കണം അല്ലെ? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാക്കുമ്പോൾ എങ്ങനെ ചെയ്യും? 11.3 ഇൻറ്റു 1 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആണ്? 10⁻³ കിലോഗ്രാം ആണ്. കിലോഗ്രാം ഡിവൈഡഡ് ബൈ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ് പറഞ്ഞത്? 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻² മീറ്റർ ആണ്. അപ്പൊ 10⁻² മീറ്റർ ക്യൂബ് ഉണ്ട്. അപ്പൊ ക്യൂബ് ഈസിക്കൽ ടു എത്ര കിട്ടും? 11.3 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 10⁻⁻6. 10⁻⁻6 മോളിൽ ചെല്ലുമ്പോൾ എന്താവും? 11.3 ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻6 എന്ന് വരും. ദാറ്റ് ഈസ് 11.3 ഇൻറ്റു 10⁻³ എന്ന് വരും. 11.3 ഇൻറ്റു 10⁻³ എന്തെന്ന് വരും ഇവിടെ? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് വരും. ഓക്കെ അല്ലേ?
അപ്പം നമുക്ക് 4 ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. ഇവിടെ A ക്വസ്റ്റ്യൻ കിട്ടി, B ക്വസ്റ്റ്യൻ കിട്ടി, C ക്വസ്റ്റ്യൻ കിട്ടി, D ക്വസ്റ്റ്യൻ കിട്ടി. ഓക്കെ അല്ലേ? ന്യൂമറിക്കൽ ആൻസർ ചെയ്യുമ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. അതേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ എല്ലാത്തിനും എന്തിലാക്കണ്ട? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലാക്കണ്ട. ഇത് ജസ്റ്റ് എങ്ങനെ ആക്കുന്നതെന്ന് പറഞ്ഞാൽ 1 × 10⁻6 എന്ന് എടുക്കാം. ഇവിടെ 1.5 × 10⁻4 എന്ന് എഴുതാം. ഇതൊക്കെ എന്ത് ചെയ്യാൻ? കറക്റ്റ് ആൻസർ തന്നെ നോക്കിയാൽ. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1.2. Filling the blanks by suitable conversion of units. നമ്മൾ suitable conversion of units ഉപയോഗിച്ച് എന്ത് ചെയ്യണം? നമുക്കിതിനെ ഫിൽ ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എത്ര ഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് എഴുതാം N1U1 = N2U2. ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ (10⁻²) N2 × N2 ആണ് കണ്ടുപിടിക്കേണ്ടത്. U2നെ ഗ്രാമിനെ എത്രയെന്ന് എഴുതാം? എത്ര കിലോഗ്രാം എന്ന് എഴുതാം? 10⁻³ കിലോഗ്രാം എന്ന് എഴുതാം. ഇൻറ്റു സെൻറ്റിമീറ്റർ സ്ക്വയറിനെ എങ്ങനെ എഴുതാം? 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ? 10⁻² മീറ്റർ. അപ്പോൾ 10⁻² ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെക്കൻഡിനെ ഒന്നും ചെയ്യല്ല. അപ്പോൾ സെക്കൻഡ്⁻². ഇവിടെ നമുക്ക് ഇനി കിലോഗ്രാം മീറ്റർ സ്ക്വയർ, ഇവിടെ മീറ്റർ സ്ക്വയർ ആയി അല്ലേ? മീറ്റർ സ്ക്വയറും സെക്കൻഡ്⁻² എന്ത് ചെയ്യും? വിട്ടിപ്പോൾ നമുക്ക് എന്ത് കിട്ടാം? 1 = N2 × 10⁻³ × 10⁻4 എന്ന് വരും. ദാറ്റ് ഈസ് 1 = 10⁻7 N2 എന്ന് കിട്ടി അല്ലേ? 10⁻7 N2. അവിടെ നിന്ന് N2 = എത്ര കിട്ടും? ഇവിടെ 1/10⁻7 വരെ അത് എത്ര കിട്ടും? 10⁻7 എന്ന് കിട്ടും. അപ്പോൾ N2ൻ്റെ വാല്യൂ എത്ര കിട്ടി? 10⁻7 ആണ്. അപ്പം 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്⁻² എന്ന് പറഞ്ഞാൽ അത് എത്ര ഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്⁻²? 10⁻7 ഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്⁻² ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ B. ഇത് A ആയിരുന്നു. ഇനി B. 1 മീറ്റർ എത്ര ലൈറ്റ് ഇയർ ആണെന്ന ക്വസ്റ്റ്യൻ. 1 മീറ്റർ എത്ര ലൈറ്റ് ഇയർ ആണെന്ന ക്വസ്റ്റ്യൻ. അതാണ് ആദ്യം. 1 ലൈറ്റ് ഇയർ എത്ര മീറ്റർ ആണെന്ന് അറിഞ്ഞിരിക്കണം. 1 ലൈറ്റ് ഇയർ എത്ര മീറ്റർ എന്ന് അറിയാവോടാ? 9.46 × 10⁻15 മീറ്റർ ആണ് 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ. ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് അളക്കുന്ന ഒരു യൂണിറ്റ് ആണ്. അതിൽ 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 9.46 × 10⁻15 മീറ്റർ ആണ്. ഇവിടുന്ന് 1 മീറ്റർ = എത്ര ലൈറ്റ് ഇയർ എന്നൊരു 1 ഡിവൈഡഡ് ബൈ 1 9.46 × 10⁻15. ഇവിടെ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, താഴെ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 10 ഡിവൈഡ് ബൈ 9.46 × 10⁻16 എന്ന് കിട്ടും. ഇത് രണ്ടും ചെയ്യുമ്പോൾ എത്ര കിട്ടും? അറൗണ്ട് 1.0 സംതിങ് എന്ന് കിട്ടും. 1.06 ഇൻറ്റു എന്ത് വരും? 10⁻16. അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ലൈറ്റ് ഇയർ? 1.06 × 10⁻16 ലൈറ്റ് ഇയർ ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് C ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് C ക്വസ്റ്റ്യൻ പറയുന്നത്? നോക്കേ, 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ = കിലോമീറ്റർ പെർ അവർ സ്ക്വയർ. അപ്പോൾ 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എത്ര കിലോമീറ്റർ പെർ അവറിൻ്റെ സ്ക്വയർ ആണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ N1U1 = N2U2 ഉപയോഗിക്കും. 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ = N2. ഇതാണ് N1. N2 ഇൻറ്റു ഇവിടെ എത്ര? 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാ? 10⁻3 മീറ്റർ ആണ്. ഇൻറ്റു അല്ല, ഡിവൈഡഡ് ബൈ ഇതിനെ എന്തിലാക്കണം? 1 അവർ എത്ര സെക്കൻഡ് ആടാ? 16 × 60. ഓക്കെ അല്ലേ? അപ്പോൾ ഈ മീറ്ററും ഇവിടുത്തെ സെക്കൻഡ് സ്ക്വയർ എന്തെങ്കിലും ക്യാൻസൽ ആയി പോകും. അപ്പോൾ 3 = എന്ത് കിട്ടും? N2 10⁻3 അല്ലേ? അതുപോലെ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടല്ലേ, ഇതിൻ്റെ സ്ക്വയർ എടുക്കണം. സ്ക്വയർ. അപ്പോൾ 10⁻3 ഡിവൈഡഡ് ബൈ 6 × 6 അതിൻ്റെ സ്ക്വയർ വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 36² എന്ന് എഴുതാം. 36ൻ്റെ സ്ക്വയർ ഇൻറ്റു 10⁻2ൻ്റെ സ്ക്വയർ 10⁻4. ഓക്കെ അല്ലേ? 10⁻4. ഇതും വെട്ടിക്കളയുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 10 കിട്ടും. അപ്പോൾ 13 = N2 ഡിവൈഡഡ് ബൈ 36² എന്ന് കിട്ടും. ദാറ്റ് ഈസ് N2 = എത്ര കിട്ടും? 36 × 36 × 30 എന്ന് വരും. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്ന് അറിയാമോ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് 3888 എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 3.8 × 10⁻4 എന്ന് എഴുതാം. 3.8 × 10⁻4 എന്തിലാണ് കിട്ടുന്നത്? ഇത് 3.8 × 10⁻4 കിലോമീറ്റർ പെർ അവർ സ്ക്വയർ. അപ്പോൾ 1 മീറ്റർ അല്ലെങ്കിൽ 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് എത്ര കിലോമീറ്റർ പെർ അവർ സ്ക്വയർ ആണ്? 3.8 × 10⁻4 എന്താണ് മക്കളെ?
3.88 into 10, ഇവിടെ ഇപ്പോൾ 8 കൂടി ഇട്ട് കൊടുത്തോ, 3.88 into 10⁻⁴ km/hour² ആണ്. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ ആയോ? നമ്മുടെ ഏതാണ് N1U1 = N2U2, അത് ഉപയോഗിച്ച് തന്നെ ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ ഡിയിലോട്ട് പോവാം. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? G = 6.67 into 10⁻⁻11 Nm²/kg² = (cm³/s²) G⁻². അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വാല്യൂ എന്താ? G = 6.67 into 10⁻⁻11 Nm²/kg². നമ്മൾ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് എത്ര ഇതിലാണ് വേണ്ടത്? അതിൻ്റെ അകത്ത് ന്യൂട്ടൺ ഒന്നും ഇല്ല, എല്ലാം സെന്റിമീറ്റർ/സെക്കൻഡ് ഗ്രാമില്ല, CGS യൂണിറ്റ്. അപ്പൊ ഇവിടുത്തെ ഈ ന്യൂട്ടൺ എന്തിലാക്കണം? ഇത് നമ്മുടെ MKS യൂണിറ്റിലെ സ്റ്റാൻഡേർഡ് യൂണിറ്റിലാക്കണം അല്ലേ? ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 kg/s². ആണ്. അപ്പൊ ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം? 6.67 into 10⁻⁻11 kg/m/s² അല്ലേ? അപ്പൊ per/s² into meter/kg² എന്ന് വരും. അപ്പൊ ഇനി എങ്ങനെ എഴുതാം? ഇവിടെ ഒരു കിലോഗ്രാം, ഇവിടെ ഒരു kg² ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് കിട്ടും? 6.67 into 10⁻⁻11 എന്ത് കിട്ടും? ഇൻറ്റു 10⁻⁻11 എന്നിട്ട് ഈ ഒരു കിലോഗ്രാം ഇവിടുത്തെ kg² കൊണ്ട് പോകുമ്പോൾ മുകളിൽ എന്താവും? kg⁻⁻1 ഇൻറ്റു ഇവിടെ ഒരു meter/s² ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഒരു m² ഉണ്ട്. അപ്പൊ m², മീറ്ററുടെ m³ വരും. ഡിവൈഡഡ് ബൈ s² അല്ലെ, ഇൻറ്റു s². ഇങ്ങനെ വന്നില്ലേ? വന്നു. ഇതിപ്പോൾ രണ്ട് എന്തായി? സ്റ്റാൻഡേർഡ് യൂണിറ്റ്സിലല്ലേ? ഇത് ഇതിന്റെ CGS യൂണിറ്റ് ആയി. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇതിന്റെ N2ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ N1U1 = N2U2 എടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാം? 6.67 into 10⁻⁻11 kg⁻⁻1 m³/s²/2 N2 into ഇവിടെ എന്താണ്? g⁻⁻1 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? g⁻⁻1 എന്ന് പറഞ്ഞാൽ എന്തോ 1/g. അപ്പൊ അതിനെ 1/g എന്ന് എഴുതാം. നമുക്ക് മൈനസ് തെറ്റാതിരിക്കാനാണ്. ഇൻറ്റു എന്ത് കിട്ടും? cm³ into 1/s² എന്ന് എഴുതാം. ദാറ്റ് ഈസ് 6.67 into 10⁻⁻11 ഇവിടെ അങ്ങനെ ആക്കാം, 1/kg m³ into 1/s² N2 into 1 / ഇനി പറ, ഇവിടെ ഗ്രാം ആണ്. ഒരു ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആണ്? 10⁻³ കിലോഗ്രാം ആണ്. അപ്പൊ ഒരു ഗ്രാമിനെ നമുക്ക് എന്തിലെഴുതാം? കിലോഗ്രാമിന്റെ ടേംസിലാക്കണം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 10⁻³ കിലോഗ്രാം എന്ന് എഴുതാം. കാരണം ഒരു ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാമാ? ഒരു കിലോഗ്രാം ആണ് 10⁻³ ഗ്രാം. അപ്പൊ ഒരു ഗ്രാം എത്ര കിലോഗ്രാം ആണ്? 10⁻³ കിലോഗ്രാം ആണ്. ഇൻറ്റു ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 10⁻² മീറ്റർ ആണ്. അപ്പൊ 10⁻²ന്റെ ക്യൂബ് എടുക്കണം. 10⁻² m³. ഇൻറ്റു എന്ത് വരും? 1/s² വരും. 1/s² എന്ത് ചെയ്യാം? രണ്ടിടത്ത് എന്ത് ചെയ്യടാ? ക്യാൻസൽ ചെയ്ത് കളയാം. എന്നിട്ട് എന്ത് ചെയ്യാം? കിലോഗ്രാം പോകും, m³ പോകും. അപ്പൊ എത്ര കിട്ടും? 6.67 into 10⁻⁻11 എത്രയെന്ന് കിട്ടും പറഞ്ഞേ? N2 into എന്ത് കിട്ടും? 1 / 10⁻³ into 10⁻⁻6. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് 6.67 into 10⁻⁻11 N2 into ഈ 10⁻³ മുകളിൽ പോകുമ്പോൾ എന്ത് വരും ഇടാ? 10⁻³ മുകളിൽ പോകുമ്പോൾ 10⁻6 into 10⁻³ എന്ന് വരും. അപ്പൊ 10⁻³ കിട്ടും. ദാറ്റ് ഈസ് N2 നമുക്ക് കണ്ടുപിടിക്കേണ്ട 6.67 into 10⁻⁻11 ഡിവൈഡ് ബൈ 10⁻³ വരും. 10⁻³ മുകളിൽ പോകുമ്പോൾ എത്ര കിട്ടും? 6.67 into 10⁸ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ 6.67 into 10⁻⁻11 Nm²/kg² എന്ന് പറഞ്ഞാൽ അത് CGS യൂണിറ്റിൽ എത്രയെന്ന് പറയാം? 6.67 into 10⁸ എന്തെന്ന് പറയാടാ? 10⁸ -8 ആണേ. ഈ 10⁻³ പോകുമ്പോൾ മൈനസ് ആവും. അപ്പൊ 10⁻⁻8 cm³ (2 G⁻⁻1 എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Question number 1.3. A calorie is a unit of heat energy in transit and it equals about 4.2 joule, where 1 joule is equal to 1 kilogram meter²/second². Suppose we employ a system of units in which the unit of mass equals alpha kilogram, unit of length equals beta centimeter, beta meter, the unit of time is gamma seconds. Show that a calorie has a magnitude 4.2 alpha raised to -1, beta raised to -2, gamma square in terms of new units. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം?
N1U1 ഈസ് ഈക്വൽ ടു N2U2. ആ ഇക്വേഷൻ വെച്ച് ചെയ്തുകൂടെ? കാരണം ഇവിടെ തന്നിട്ടുണ്ട് 4.2 എന്താണ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് റേസ് ടു -2 ആണ്. അതിനെ ആൽഫ ബീറ്റ ഗാമ എന്നാക്കുമ്പോൾ ന്യൂ യൂണിറ്റ്സിലാക്കുമ്പോൾ എത്ര കിട്ടണം? 4 ആൽഫ റേസ് ടു -1 ബീറ്റ റേസ് ടു -2 ഗാമ സ്ക്വയർ എന്ന ടൈംസിലാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഷോ ചെയ്യണം എന്നാ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ N2 ഇൻറ്റു ഓക്കെ അല്ലേ, U2 പകരം നമുക്ക് എന്ത് എഴുതാം? U2 എന്ന് പറയുമ്പോൾ ആൽഫ കിലോഗ്രാം ആണ്. അപ്പോൾ ആൽഫ കിലോഗ്രാം ഇൻറ്റു എത്ര മീറ്റർ സ്ക്വയർ? ബീറ്റ മീറ്ററിൻ്റെ സ്ക്വയർ, ബീറ്റ മീറ്റർ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് റേസ് ടു -2. എത്ര സെക്കൻഡ് ആണ്? ഗാമ. അപ്പം സെക്കൻഡ് റേസ് ടു -2 നമുക്ക് എന്ത് എഴുതാം? ഗാമ സെക്കൻഡ് ദ ഹോൾ റേസ് ടു -2 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ 4.2 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു N2 ആൽഫ കിലോഗ്രാം ബീറ്റ സ്ക്വയർ മീറ്റർ സ്ക്വയർ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ഗാമ സ്ക്വയർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? ഇതിനെ എങ്ങനെ എഴുതാം? 4.2 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു N2 ആൽഫ, പിന്നെ ഈ ബീറ്റ സ്ക്വയറിനെ ഒരുമിച്ച് എഴുതാം, ബീറ്റ സ്ക്വയർ ഇൻറ്റു എന്ത് വരും? 1 ബൈ ഗാമ സ്ക്വയർ. അത് എന്ത് ചെയ്യാം? ഗാമ റേസ് ടു -2 എന്ന് എഴുതാം. ഇൻറ്റു എന്ത് വരും? കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. ഇതും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ N2 ഈസ് ഈക്വൽ ടു എന്ത് വരും? 4.2 ഡിവൈഡഡ് ബൈ ഇത് ഇപ്പുറത്ത് വരും, ആൽഫ ബീറ്റ സ്ക്വയർ ഗാമ റേസ് ടു -2 എന്ന് വരും. അപ്പോൾ എത്ര കിട്ടും? 4.2 ഇൻറ്റു ആൽഫ മുകളിൽ ചെല്ലുമ്പോൾ എന്താവും? ആൽഫ റേസ് ടു -1. ബീറ്റ സ്ക്വയർ മുകളിൽ ചെല്ലുമ്പോൾ എന്താവും? ബീറ്റ റേസ് ടു -2. ഇനി ഗാമ റേസ് ടു -2 മുകളിൽ ചെല്ലുമ്പോൾ എന്താവും? ഗാമ സ്ക്വയർ എന്നാവും. അപ്പോൾ എത്ര കിട്ടി? 4.2 ആൽഫ റേസ് ടു -1 ബീറ്റ റേസ് ടു -2 ഗാമ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അത് തന്നെയല്ലേ ഇവിടെ ഷോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? അതെ. അപ്പോൾ ആൻസർ ചെയ്താൽ ഇത് തന്നെയാണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 1.4. എക്സ്പ്ലെയിൻ ദിസ് സ്റ്റേറ്റ്മെന്റ് ക്ലിയർലി. നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യണം? ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. To call a dimensional quantity large or small is meaningless without specifying a standard for comparison. In view of this, reframe the following statements wherever necessary. അതായത് ഒരു ഡയമെൻഷണൽ ക്വാണ്ടിറ്റി ലാർജ് ആണോ സ്മാൾ ആണോ എന്ന് പറയുന്നതിൽ എന്താണ് നമുക്ക് വേറൊരു ഇതിനെ കമ്പയർ ചെയ്തല്ലാതെ നമുക്ക് അത് പറയാൻ പറ്റത്തില്ല. അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ച് കമ്പാരിസണിലൂടെ നമുക്ക് പറയാൻ പറ്റും ഒരു ക്വാണ്ടിറ്റി എന്താണ്, ലാർജ് ആണോ സ്മാൾ ആണോ. അങ്ങനെ അത് വെച്ച് നമുക്ക് തന്നിട്ടുള്ള 6 സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അല്ലെ, 6 സ്റ്റേറ്റ്മെന്റിന് ഏതെങ്കിലും അങ്ങനെ അല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് റീഫ്രെയിം ചെയ്തെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നോക്കേ, ഓപ്ഷൻ എ, ആറ്റംസ് ആർ വെരി സ്മാൾ ഒബ്ജക്ട്സ്. അവിടെ എന്തെങ്കിലും കമ്പാരിസൺ വന്നിട്ടുണ്ടോ? കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ആറ്റംസ് സ്മാൾ ഒബ്ജക്ട്സ് ആണ്. അപ്പൊ അതിനെ എന്ത് ചെയ്യണം? റീഫ്രെയിം ചെയ്യണം. എങ്ങനെ നമ്മൾ പറയും? ആറ്റംസ് ആർ വെരി സ്മാൾ ഒബ്ജക്ട്. ആരെയും കമ്പയർ ചെയ്ത് പറയണം. നമ്മളൊരു ബോൾ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആറ്റംസ് എന്താ? സ്മാൾ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ പറയാം, ഇൻ കമ്പാരിസൺ വിത്ത് എ ബോൾ ആറ്റംസ് ആർ വെരി സ്മോൾ. അങ്ങനെ വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ഈ സെന്റൻസെ റീഫ്രെയിം ചെയ്ത് പറയാം. ഓക്കെ അല്ലേ? സെക്കൻഡ് നോക്കാം. ഈ ജെറ്റ് പ്ലെയിൻ മൂവ്സ് വിത്ത് ഗ്രേറ്റ് സ്പീഡ്. ജെറ്റ് പ്ലെയിൻ എന്ത് ചെയ്യുന്നു? ഗ്രേറ്റ് സ്പീഡിൽ പോകുന്നു. അത് കറക്റ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഡൈമെൻഷണൽ ക്വാണ്ടിറ്റി ലാർജ് ആണോ സ്മാൾ ആണോ എന്ന് പറയുമ്പോൾ കമ്പാരിസൺ കൊണ്ടാണ്. അപ്പൊ ഇതിനെ എനിക്ക് എങ്ങനെ കമ്പയർ ചെയ്യാം? ആരായിട്ട് കമ്പയർ ചെയ്യാം? നമുക്കൊരു സൈക്കിളായിട്ട് കമ്പയർ ചെയ്യാം അല്ലേ? അതായത് വെൻ ഇറ്റ് ഈസ് കമ്പയർഡ് വിത്ത് എ ബൈസൈക്കിൾ, ജെറ്റ് പ്ലെയിൻ എന്തിലാണ് പോകുന്നത്? ഹൈ സ്പീഡിലാണ് പോകുന്നത്. അപ്പൊ ബൈ കമ്പാരിസൺ വിത്ത് എ ബൈസൈക്കിൾ ജെറ്റ് പ്ലെയിൻ മൂവ്സ് അല്ലെങ്കിൽ ട്രാവൽസ് അറ്റ് വിത്ത് എ ഹൈ സ്പീഡ് എന്ന് വേണം ഈ സെന്റൻസിനെ റീഫ്രെയിം ചെയ്ത് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി സി നോക്കാം. ദ മാസ് ഓഫ് ജൂപ്പിറ്റർ ഈസ് വെരി ലാർജ്. ജൂപ്പിറ്ററിന്റെ മാസ് എന്താണ്? വളരെ ലാർജ് ആണ്. അത് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെയും കമ്പാരിസൺ കൊണ്ടുവരണം അല്ലേ? അത് ലാർജ് ആണോ സ്മാൾ ആണോ എന്നുണ്ടെങ്കിൽ അത് കമ്പാരിസൺ കൊണ്ടുവരണം. അപ്പൊ അതിനെ എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? ഒരു ക്രിക്കറ്റ് ബാളിന്റെ മാസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജൂപ്പിറ്ററിന്റെ മാസ് എന്താവും? വലുതാവും അല്ലെ? ഏതെങ്കിലും വെച്ചൊന്ന് കമ്പയർ ചെയ്താൽ. ഇപ്പൊ ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാം? വെൻ ഇറ്റ് ഈസ് കമ്പയർഡ് വിത്ത് ദി മാസ് ഓഫ് എ ക്രിക്കറ്റ് ബോൾ ദ മാസ് ഓഫ് ജൂപ്പിറ്റർ ഈസ് വെരി ലാർജ് എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഡി ഓപ്ഷൻ നോക്കി. ഇത് എയർ ഇൻസൈഡ് ദിസ് റൂം കണ്ടെയ്ൻസ് എ ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഈ ഒരു റൂമിനുള്ളിൽ എയറിൽ എന്തുണ്ട്? ഒരുപാട് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്നാ പറയുന്നത്. അവിടെ നമ്മൾ എന്ത് കൊണ്ടുവരണോടാ? കമ്പാരിസൺ കൊണ്ടുവരണം. നമ്മൾ എന്ത് കമ്പാരിസൺ കൊണ്ടുവരും? ഒരു കുഞ്ഞു ബോക്സ് അല്ലേ? ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പെൻസിൽ ബോക്സോ ലഞ്ച് ബോക്സോ എന്തെങ്കിലും ആട്ടെ, ആ ബോക്സിൽ എയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ആ ബോക്സിൽ ഇൻസൈഡിൽ എയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ഈ റൂമിലെ എയർ ഇൻസൈഡ് എന്താ? ഈ റൂമിലെ എയർ, അകത്തുള്ള എയർ എന്തായിരിക്കും? കണ്ടെയ്ൻസ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയാം. ഓക്കെ, ലാസ്റ്റ് കമ്പയർഡ് ദി എയർ ഇൻസൈഡ് എ ലഞ്ച് ബോക്സ് എന്താ പറയാം? ഇത് എയർ ഇൻസൈഡ് ദി റൂം ആസ് എ ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയാം. അപ്പൊ ഇതിനെ എന്ത് ചെയ്യണം? റീഫ്രെയിം ചെയ്ത് പറയാം.
ഇനി അടുത്ത് നോക്കി, പ്രോട്ടോൺ ഈസ് മച്ച് മോർ മാസീവ് ദാൻ ആൻ ഇലക്ട്രോൺ. അത് ഓൾറെഡി റീഫ്രെയിംഡ് ആണ് അല്ലേ? അതായത് ഇലക്ട്രോണിന്റെ മാസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രോട്ടോണിന്റെ മാസ് എന്താണ്? വളരെ കൂടുതലാണ്. കറക്റ്റ് അല്ലേ? പ്രോട്ടോണിന്റെ മാസ് എത്രയാ? നമുക്കറിയാം 1.6 × 10⁻⁻27 കിലോഗ്രാം ആണ്. ആ സമയത്ത് ഇലക്ട്രോണിന്റെ മാസ് ആകുമ്പോൾ എത്ര വരും? 9.1 × 10⁻31 ആണ്. 9.1 × 10⁻31. അപ്പൊ പ്രോട്ടോൺ മാസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോണിന്റെ മാസ് ചെറുതാണ്. അത് ഓൾറെഡി എന്താണ്? കമ്പയർഡ് ആയിട്ടുള്ളതാണ്. എഫ് നോക്കി, ദ സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് മച്ച് സ്മാളർ ദാൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ്. അതും കമ്പാരിസണിൽ പറഞ്ഞതല്ലേ? അത് റീഫ്രെയിം ചെയ്യണോ വേണ്ട? ഇത് ഓൾറെഡി റീഫ്രെയിംഡ് ആണ്. സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 340 m/s ആണ്. അതിനെ ലൈറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ സ്മാൾ ആണ്. ലൈറ്റിന്റെ സ്പീഡ് എത്ര മക്കളെ? സ്പീഡ് എത്ര? 3 × 10⁻8 m/s. ഓക്കെ അല്ലേ? രണ്ടും ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ റീഫ്രെയിം ചെയ്യാനുള്ളത് ആരൊക്കെയായിരുന്നു? എനെ, ബിനെ, സിനെ, ഡിനെ. ക്ലിയർ അല്ലേ? Question number 1.5. എന്ത് ക്വസ്റ്റ്യൻ പറയുന്നത്? A new unit of length is chosen such that the speed of light in vacuum is unity. ഒരു ന്യൂ യൂണിറ്റ് ഓഫ് ലെങ്ത് ചൂസ് ചെയ്തു. അങ്ങനെ നോക്കിയപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം എത്രയായി? യൂണിറ്റി ആയിട്ട് മാറി. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത് ഇൻ ടേംസ് ഓഫ് ന്യൂ യൂണിറ്റ് ഇഫ് ലൈറ്റ് ടേക്സ് 8 meter 20 seconds to cover the distance? എങ്കിൽ സണ്ണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സ്പീഡ് ഓഫ് ലൈറ്റ് യൂണിറ്റി ആയെന്ന് പറഞ്ഞിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എഴുതാം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ sun and earth is equal to speed of light. Distance എന്ന് പറയുന്നത് എന്താ? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻറ്റു ടൈം ടേക്കൺ ബൈ ലൈറ്റ് ടു കവർ ദ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം ടേക്കൺ ബൈ ലൈറ്റ് ടു കവർ ദ ഡിസ്റ്റൻസ്. ഓക്കെ അല്ലേ? അപ്പൊ സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? ഒരു യൂണിറ്റ് ആയിട്ട്. അപ്പൊ 1 യൂണിറ്റ് ഇൻറ്റു ടൈം ടേക്കൺ എത്രയെന്നാ പറ്റുള്ള? 8 minute 20 second. അപ്പൊ അതിനെ സെക്കൻഡ്സിലാക്കണം. 8 minute സെക്കൻഡിലാക്കാൻ 8 × 16 പ്ലസ് എന്ത് വരും? 20 ഇസിക്കൽ ടു എത്ര വരും? 1 × 8 × 60 480 പ്ലസ് 20 500. അപ്പൊ എത്ര കിട്ടും? 500 എന്ന് കിട്ടും. അപ്പൊ എത്ര കിട്ടി? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നമ്മുടെ എർത്ത് ആൻഡ് സൺ 500 യൂണിറ്റ്സ് ആണ് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? Next question. Okay, next question. Question number 1.6. Which of the following is the most precise device for measuring light? നമുക്ക് 3 ഡിവൈസ് തന്നിട്ടുണ്ട്. ആ 3 ഡിവൈസിൽ ഏതാണ് ലെങ്ത് മെഷർ ചെയ്യാൻ മോസ്റ്റ് പ്രിസൈസ് ഡിവൈസ് എന്ന ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഏതാ തന്നിട്ടുള്ളത്? ഈ വെർനിയർ കാലിപ്പർ വിത്ത് 20 ഡിവിഷൻസ് ഓൺ ദ സ്ലൈഡിംഗ് സ്കെയിൽ. ഒരു സ്ലൈഡിംഗ് സ്കെയിലിൽ 20 ഡിവിഷൻസ് ഉള്ള ഒരു വെർനിയർ കാലിപ്പർ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലീസ്റ്റ് കൗണ്ട് വെച്ച് നമുക്ക് പറയാം. ഇവിടുത്തെ ലീസ്റ്റ് കൗണ്ട് എടുക്കുകയാണെങ്കിൽ എത്ര വരും? ഇവിടെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുമ്പോൾ ഇതിൽ എത്രയായിരിക്കും? ഒരു സ്മാളസ്റ്റ് ഡിവിഷൻ ഈ മെയിൻ സ്കെയിലിൽ വെർനിയർ കാലിപ്പറിന്റെ മെയിൻ സ്കെയിലിൽ സ്മാളസ്റ്റ് ഡിവിഷൻ എത്ര? 1 millimeter. 1 millimeter ഡിവൈഡ് ബൈ എത്ര ഡിവിഷൻ ഉണ്ട്? നമ്പർ ഓഫ് ഡിവിഷൻസ് 20 ഈസിക്കൽ ടു എത്ര കിട്ടും? 0.05 millimeter എന്ന് കിട്ടും. ഇതാണ് വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട്. സെക്കൻഡ് ഓപ്ഷൻ എടുത്ത് നോക്കുക. ഈ സ്ക്രൂ ഗേജ് ഓഫ് പിച്ച് 1 millimeter and 100 divisions on the circular scale. അവിടുത്തെ ലീസ്റ്റ് കൗണ്ട് എത്ര വരും? ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുമ്പോൾ എന്തെടുത്താൽ മതി? പിച്ച് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻ എടുത്താൽ മതി. അപ്പോൾ 1 millimeter ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് എത്രയാണ്? 100 ആണ്. ഈസിക്കൽ ടു എത്ര കിട്ടും? പറ. 0.01 millimeter എന്ന് കിട്ടും. കിട്ടത്തില്ലേ? 0.01 millimeter എന്ന് കിട്ടാം. ഇനി തേർഡ് ഓപ്ഷൻ ആകുമ്പോൾ നോക്കിക്കേ. An optical instrument that can measure length to within a wavelength of light. ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ wavelength of light മെഷർ ചെയ്യുന്ന ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ടിപ്പിക്കൽ നമ്മുടെ വിസിബിൾ ലൈറ്റിന്റെ ടിപ്പിക്കൽ വേവ്ലെങ്ത് എത്രയാണ്? നമ്മളൊക്കെ അറിയാം 400 to 700 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ വേവ്ലെങ്ത് നമുക്ക് അറൗണ്ട് ഒരു 500 നാനോമീറ്റർ എന്ന് എടുക്കാം അല്ലേ? അതായത് ഇതിനെ മില്ലിമീറ്റർ ആക്കുമ്പോൾ എത്ര വരും? 0.005 millimeter എന്ന് വരും. അപ്പോൾ ഇത്രയും അളക്കാനുള്ള ഈ ഒരു വേവ്ലെങ്ത് അളക്കാനുള്ളതാണ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്. ഈ വേവ്ലെങ്ത് അളക്കാനുള്ള ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ഇവിടെ പറയുന്നത് ആൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ദാറ്റ് ക്യാൻ മെഷർ ലെങ്ത് ടു വിത്തിൻ എ വേവ്ലെങ്ത് ഓഫ് ലൈറ്റ്. അപ്പൊ അതിന്റെ ലീസ്റ്റ് കൗണ്ട് എത്ര വരും? അറൗണ്ട് 0.005 mm എന്ന് വേണം അല്ലെ? ആ ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്. കാരണം അത് അളക്കുന്ന ആ ഒരു വേവ്ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 0.0005 millimeter തുല്യമാണ്. അപ്പൊ ഇതായിരിക്കും എന്താ? ഇതെന്ന് പറയുന്നത് മറ്റ് 2 വാല്യൂസിന്റെ ലീസ്റ്റ് കൗണ്ടിനെ കാണാൻ എന്താണ്? കുറവാണ് അല്ലെ? വളരെ കുറവാണ്. അപ്പൊ ഇതായിരിക്കും എന്ത്? മോസ്റ്റ് പ്രിസൈസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസ്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ആയിരിക്കും എന്താണ്? മോസ്റ്റ് പ്രിസൈസ് ഡിവൈസ്. എന്തിനാ?
നമുക്ക് മെഷർ ലെങ്തിന് മെഷർ ചെയ്യാം. കാരണം അതിന് എവിടെ വരെ പോകാൻ പറ്റും? അതിന് ഏറ്റവും താഴെ മൈക്രോമീറ്റർ വരെ പോകാൻ പറ്റും. ഓക്കെ അല്ലേ? വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? നാനോമീറ്റർ ഒക്കെ. അപ്പോൾ മൈക്രോ നാനോയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് പോകാൻ പറ്റും. അപ്പോൾ ഇതായിരിക്കും എന്താ? സ്ക്രൂ ഗേജിനേക്കാളും വെർനിയർ കാലിപ്പറിനേക്കാളും മോസ്റ്റ് പ്രിസൈസ് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ഏത് വരും? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ.